Hello, welcome to TMA Food Channel. My name is Jisvi. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിലുള്ള ഒരു പൊട്ടറ്റോ കറിയാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടി അമർത്തുക. എങ്കിൽ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മെസ്സേജ് വഴി കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ പൊട്ടറ്റോ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1.5 ടേബിൾ സ്പൂൺ മല്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അത് എരിവിനനുസരിച്ച് കൂട്ടാവുന്നതാണ്. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയുമാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന മസാല. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തു വച്ചിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. 3 മീഡിയം പൊട്ടറ്റോയാണ് ഞാനിവിടെ അരിഞ്ഞു വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചൂടുള്ള പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് സബോള വഴണ്ട് വരും. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ച മണമൊക്കെ മാറുന്നോളം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. സബോള ഒരുപാട് വഴണ്ട് വരണ്ട, ഒരു മീഡിയം കളറിലേക്ക്, ഒരു ഗോൾഡൻ കളറിലേക്ക് വഴറ്റിയാൽ മതിയായിരിക്കും. അങ്ങനെ നമ്മുടെ സബോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലയെല്ലാം ചേർക്കാം. അതിൻ്റെ പച്ച മണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരുന്നോളം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ മൂത്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ 1 ടൊമാറ്റോ ഇതിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ ടൊമാറ്റോ ചേർത്ത് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാലയും ചിക്കൻ മസാലയും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട, പൊട്ടറ്റോ പെട്ടെന്ന് വേകുന്നതാണ്. ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഈ പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് ഇടയ്ക്ക് ഇതിൻ്റെ മൂട പൊക്കി ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിന് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പവുമാണ്, വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.